ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ദോശയുടെ റെസിപ്പിയാണ്. സോ ഞാൻ ആദ്യമായിട്ട് അതിനിവിടെ നമ്മുടെ ടൊമാറ്റോ ചട്നി എടുത്തിട്ടുണ്ട്, അതേപോലെ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പനീർ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഞാനൊരു പാനിലേക്ക് ഒരു തവി ദോശമാവ് വെച്ചിട്ട് കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ നെയ് റോസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്യാം. ഇനി ഒരു തീ അപ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ബട്ടർ അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീ ഇടേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ഇടാം. കുറച്ച് ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് മെൽറ്റായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചട്നി വളരെ കുറച്ച് മാത്രം, ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം നമുക്കൊരു ലെയർ പോലെ ഈ ദോശയിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഒരു മസാല അതിന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് വേണം ഉള്ളി അരിയാനായിട്ട്. വലിയ പീസസ് ആണെങ്കിൽ അത് അത്ര ഭയങ്കര ഇതാണല്ല. പിന്നെ അത് കഴിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ഞാൻ ഒരുപാട് ഇടുന്നില്ല, ഒത്തിരി ആക്കി കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ മധുരം വരും. സോ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു. ഇനി ഞാൻ പനീർ ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. പനീർ ഗ്രേറ്റ് ചെയ്ത് ഇട്ടു. അപ്പോൾ ടോട്ടലി നമ്മളൊരു പിസ്സ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പനീർ ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഫുൾ കവർ ചെയ്തിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബട്ടറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇവിടെ എല്ലാവർക്കും ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ ഈ ദോശയുടെ അടിവശമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാനായിട്ടാണ് ഞാൻ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ചിട്ടാൽ മതി. ഇങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി പനീർ ദോശ ഇവിടെ റെഡി. കുറച്ചും കൂടി എരിവോ ഫ്ലേവറോ വേണ്ടവർക്ക് ആ പനീർ ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തോളൂ, ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച്, വളരെ കുറച്ച് മാത്രം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഞാൻ പനീർ ഇട്ടതിന് ശേഷം അതിൻ്റെ മണ്ടക്കത്തേക്ക് കുറച്ച് ചീസ് ഞാനിങ്ങനെ പിച്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡീഷണൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ചീസ് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ വിത്തൗട്ട് ചീസാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചീസ് ഇടുമ്പോഴും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.